Hi all, welcome back to Daily Dose of Accounting by CA Muhammad. കഴിഞ്ഞ എപ്പിസോഡിൽ ജി എസ് ടിയുടെ ഒരു ഹിസ്റ്ററി, എങ്ങനെയാണ് ടാക്സേഷൻ, അതെങ്ങനെയാണ് അക്കൗണ്ട് ചെയ്യേണ്ടത്, അതെങ്ങനെ ഒരു ബിസിനസ്മാനെ എഫക്റ്റ് ചെയ്യുന്നത്, അതെങ്ങനെയാണ് ഒരു നോർമൽ സിറ്റിസൺ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഈ ഒരു എപ്പിസോഡിൽ അതിൻ്റെ പ്രാക്ടിക്കലായിട്ട് ടാലി പ്രൈം യൂസ് ചെയ്തിട്ട് ഈ ജി എസ് ടി നമ്മൾ എങ്ങനെ അക്കൗണ്ട് ചെയ്യും. അതിൻ്റെ കൂടെ തന്നെ മുന്നേ ഉള്ള എപ്പിസോഡിലൊക്കെ പറഞ്ഞതുപോലെ ഇൻവെൻട്രിയും കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ അക്കൗണ്ട് ചെയ്യാം എന്നാണ് ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഡെയിലി ഡോസ് ഓഫ് അക്കൗണ്ടിങ് ബൈ CA മുഹമ്മദ് എന്നുള്ള ഈ സെഷൻ്റെ 6ാമത്തെ വീഡിയോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മുന്നേ ഉള്ള വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ആ ഒരു അക്കൗണ്ട്സിൻ്റെ ബേസിക് കാര്യങ്ങളൊക്കെ മുന്നേ ഉള്ള വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ നിങ്ങളൊന്ന് ഗോ ത്രൂ ചെയ്യുക, ഒന്ന് പ്രാക്ടിക്കലി നിങ്ങളൊന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. പറ്റുന്ന ആളുകളൊക്കെ, സീരിയസ് ആയിട്ട് അക്കൗണ്ടിങ്ങിന് കാണുന്ന ആളുകളൊക്കെ ആ പ്രോബ്ലം കൃത്യമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വർക്കൗട്ട് ചെയ്ത് അതിൻ്റെ റിസൾട്ട് അക്കാഡമിയുമായി ബന്ധപ്പെട്ട് ചാറ്റ് ബോക്സിൽ തന്നിട്ടുള്ള നമ്പർ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വാട്സപ്പ് ത്രൂ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. സീരിയസ് ആയി കാണുന്ന ആളുകൾക്ക് എല്ലാ സപ്പോർട്ടും അക്കാഡമിയുടെ പാർട്ടിൽ നിന്ന് ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഈ ഒരു പ്രോസസ്സിലൂടെ കടന്നു പോയ ആളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എങ്ങനെ GST അക്കൗണ്ട് ചെയ്യും വിത്ത് യൂസിങ് ടാലി പ്രൈം, അതേപോലെ തന്നെ ഇൻവെൻട്രി ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് എങ്ങനെ ചെയ്യും, ഈ 2 കാര്യങ്ങളായിരുന്നു മുന്നേ ഉള്ള വീഡിയോസിൽ നമ്മൾ പെൻഡിങ് ആയിട്ട് വെച്ചിട്ടുള്ളത്. ഈ എപ്പിസോഡ് കൂടി ആ കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യണം, നമ്മൾ ലൈവായിട്ട് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു തരാം. കഴിഞ്ഞ എപ്പിസോഡുകളിലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് അക്കൗണ്ട്സ് വലിയ ധാരണയൊന്നും ഇല്ലാത്ത ആളുകൾക്ക് പോലും എങ്ങനെ എളുപ്പത്തിൽ അക്കൗണ്ട്സ് എന്നുള്ളൊരു ഗ്ലോബൽ സ്കില്ല് സ്വന്തമാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഇൻട്രഡക്ഷൻ എന്നുള്ള രൂപത്തിൽ ഈ വീഡിയോസ് നിങ്ങൾ കാണുക, അതിൽ പറയുന്ന ആക്ടിവിറ്റീസൊക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഒരു ബേസിക് ആയിട്ടുള്ള അക്കൗണ്ടിങ് നോളജ് ഈ വീഡിയോ വിത്ത് അതിൻ്റെ ഇല്ലസ്ട്രേഷൻസും കൂടി കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അക്കൗണ്ട്സ് വളരെ സീരിയസ് ആയിട്ട് കാണുന്ന ആളുകൾക്ക് ചാറ്റ് ബോക്സിൽ, നമ്മുടെ കമൻറ്റ് ബോക്സിൽ നമ്മുടെ നമ്പർ തന്നിട്ടുണ്ട്. ആ നമ്പറുമായിട്ട് വാട്സപ്പിലൂടെ കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടുന്ന ഇല്ലസ്ട്രേഷൻസും അതിന് വേണ്ടുന്ന സപ്പോർട്ടും തികച്ചും ഫ്രീ ആയിട്ട് നമ്മുടെ അക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഇന്നത്തെ കാലത്ത് അക്കൗണ്ട്സ് എന്നുള്ളത് വെറും ഒരു ജോബ് മാത്രമല്ല, എല്ലാ കാലത്തും തന്നെ അതൊരു ജോബ് മാത്രമല്ല, അത് കൃത്യമായൊരു സ്കില്ലാണ്. ഒരു ബിസിനസ് ഓണർ അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ ഫ്രീലാൻസ് ആയിട്ടൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഈ ഒരു സ്കില്ലും കൂടി കയ്യിൽ ഉണ്ടാവുന്നത് ബെറ്റർ ആയിരിക്കും. അക്കൗണ്ട്സിനെ കുറിച്ച് അഡ്വാൻസ് ആയിട്ടുള്ള നോളജ് ഇല്ലെങ്കിലും കൂടി ബേസിക് ഐഡിയാസ് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് നിങ്ങളുടെ അണ്ടറിലൊരു അക്കൗണ്ടൻ്റ് ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള ആളുകളെ കൺട്രോൾ ചെയ്യാനെങ്കിലും ഇത്തരം സ്കില്ല് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂസ്ഫുൾ ആയിരിക്കും. ഈ സീരീസിലുടനീളം നല്ലൊരു സപ്പോർട്ട് നമ്മുടെ വ്യൂവേഴ്സിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും എൻ്റെ അടുത്ത് നേരിട്ടാണെങ്കിലും പലരും അറിയിച്ചിട്ടുണ്ട്. ഈ വീഡിയോ ആർക്കെങ്കിലും ഒരു അക്കൗണ്ട് സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ ഉപയോഗപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഐ ആം വെരി ഹാപ്പി അബൌട്ട് ദാറ്റ്. സോ നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൻ്റെ മെയിൻ കണ്ടൻറ്റിലേക്ക് പോവുകയാണ്. GSTയും ഇൻവെൻട്രിയും ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് നമ്മളൊരു അക്കൗണ്ട്സ് ഇവിടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇതിൻ്റെ ഇവൻറ്റ്സ്, ട്രാൻസാക്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, PDF വാട്സപ്പായിട്ട് ബന്ധപ്പെടുന്നവർക്ക് PDF അവൈലബിൾ ആണ്, PDF തരും. അതുപോലെ തന്നെ വീഡിയോയിലും അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തു വെച്ച് നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ മാക്സിമം ഓരോ ട്രാൻസാക്ഷൻ ചെയ്യുമ്പോഴും വീഡിയോയിൽ ആ കാര്യങ്ങൾ ഉണ്ടാവും. അപ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതുപയോഗിച്ച് വളരെ ചുരുങ്ങിയ ട്രാൻസാക്ഷൻസിലൂടെ ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വലിയ പ്രോബ്ലംസ് അക്കാഡമിയുമായി ബന്ധപ്പെട്ടിട്ട് ഫ്രീ ഇല്ലസ്ട്രേഷൻസ് ഉണ്ട്. ആ ഇല്ലസ്ട്രേഷൻസ് നിങ്ങൾ വാട്സപ്പ് ത്രൂ PDF ആയിട്ട് കളക്ട് ചെയ്ത് നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് തന്നെ ഇൻവെൻട്രിയും GSTയും ഒക്കെ പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. സോ നമ്മളിനി പ്രോബ്ലത്തിലേക്ക് കടക്കുകയാണ്. കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അവിടെ ഇൻവെൻട്രിയും GSTയും ഇനേബിൾ ചെയ്യേണ്ടതുണ്ട്. സ്ക്രീനിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യുക. നിങ്ങളുടെ കയ്യിലുള്ള സിസ്റ്റത്തിൽ ലൈവായിട്ടോ അല്ലെങ്കിൽ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുന്നതാണ്. കമൻറ്റ് ബോക്സിലൂടെ കാര്യങ്ങളും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഞങ്ങളുടെ അടുത്തേക്ക് അറിയിക്കാവുന്നതാണ്. സോ വി ആർ സ്റ്റാർട്ടിങ് ടു ഇൻകോർപ്പറേറ്റ് ദിസ് കമ്പനി. സ്ക്രീനിൽ നമ്മൾ കമ്പനി ക്രിയേറ്റ് ചെയ്യുകയാണ്. സോ ആപ്പിൾ ഐഡി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. വളരെ ചുരുങ്ങിയ ട്രാൻസാക്ഷൻ മാത്രമാണ് ഈ ഇല്ലസ്ട്രേഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത് നെക്സ്റ്റ് വിൻഡോയിൽ വരും, അതിൽ വരുന്ന ഈ ഇനാബിൾ ഫീച്ചേഴ്സ് എന്നുള്ള സ്ക്രീനാണ് നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യേണ്ടത്, ശ്രദ്ധിക്കേണ്ടത്.
സോ ഈ സ്ക്രീനിൽ വേരിയസ് ഫീച്ചേഴ്സ്, ടാലിയിലുള്ള ഫീച്ചേഴ്സ് ഇനേബിൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസ് ആണ് ഇവിടെ വരുന്നത്. നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാൻ പറ്റും. മെയിൻറ്റെയിൻ അക്കൗണ്ട്സ് യെസ് ഉണ്ട്, ഇനേബിൾ ബിൽ വൈസ് എൻട്രി യെസ് കൊടുത്തിട്ടുണ്ട്. കോസ്റ്റ് സെൻറ്റർ നമ്മൾ തൽക്കാലത്തേക്ക് ഇനേബിൾ ചെയ്യുന്നില്ല. അവിടെ അക്കൗണ്ടിങ് എന്ന പോലെ തന്നെ ഇൻവെൻട്രീൻ്റെ ഒരു ഹെഡും കൂടി കാണാൻ പറ്റും. അവിടെ മെയിൻറ്റെയിൻ ഇൻവെൻട്രി എന്നുള്ളത് യെസ് ആണ് ഉള്ളത്. ഇൻ്റഗ്രേറ്റഡ് അക്കൗണ്ട്സ് വിത്ത് ഇൻവെൻട്രി എന്നുള്ളിടത്തും യെസ് ആണ്. അപ്പോൾ അത് നമ്മൾ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. അതങ്ങനെ നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് നമ്മൾ ടാക്സേഷൻ എന്നുള്ള ഹെഡിൽ അവിടെ കാണാൻ പറ്റും ഇനേബിൾ GST എന്നുണ്ട്. അവിടെ യെസ് അടിക്കുമ്പോൾ തന്നെ നമ്മൾ നെക്സ്റ്റ് ഒരു സ്ക്രീനിലേക്ക് എന്ത് ചെയ്യും, പോകും. ഈ നെക്സ്റ്റ് സ്ക്രീനിൽ നിങ്ങൾ GSTൻ്റെ ഡീറ്റെയിൽ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഈ ഇല്ലസ്ട്രേഷനിൽ ഉടനീളം നമ്മൾ കൊടുക്കുന്ന GST നമ്പർ ഒന്നും ആക്ച്വൽ ആയിട്ടുള്ള GST നമ്പർ അല്ല, അതിൻ്റെ ഫോർമാറ്റിനനുസരിച്ചിട്ട് സെറ്റ് ചെയ്ത് കൊടുത്ത GST നമ്പറാണ്. ഇതിൽ പറയുന്ന സപ്ലയേഴ്സ് ആണെങ്കിലും കസ്റ്റമേഴ്സ് ഒക്കെ ആണെങ്കിലും എല്ലാം ഒരു ഇമാജിനറി പർപ്പസിൽ വെക്കുന്നതാണ്. പരിചയമുള്ള പേരുകളാവാം. സോ ഈ പേജിൽ മറ്റുള്ള ഡീറ്റെയിൽ നമ്മൾ ഇവിടെ ആക്ടിവേറ്റ് ചെയ്യും. ഈ ഇൻവോയ്സ് ആപ്ലിക്കബിൾ ആണെങ്കിൽ ഇവിടെ യെസ് കൊടുക്കാം. വേ ബില്ല് ആപ്ലിക്കബിൾ ആണെങ്കിലും അതിൻ്റെയും യെസ് കൊടുക്കാം. ഇവിടെ നമ്മൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇത് രണ്ടും ആക്റ്റീവ് അല്ലാത്ത രൂപത്തിലാണ് ചെയ്തിട്ടുള്ളത്. സോ നമ്മൾ ഫീച്ചേഴ്സ് ഇനേബിൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വൗച്ചേഴ്സിലേക്ക് കടക്കാൻ പറ്റും. വൗച്ചേഴ്സിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ട്രാൻസാക്ഷൻസും ഇവൻറ്റും ഞാൻ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ തന്നെ PDF വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഗ്രൂപ്പിൽ അവൈലബിൾ ആണ്. ഈ ഒരു വീഡിയോ കാണുന്ന ആളുകൾക്ക് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ട് അതിലുള്ള ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ഇല്ലസ്ട്രേഷൻസും നിങ്ങൾക്ക് പ്രാക്ടിക്കലി ചെയ്ത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്പർ കാര്യങ്ങളൊക്കെ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിലും അതേപോലെ തന്നെ ചാറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് രാഹുൽ ഡെപ്പോസിറ്റഡ് 50 lakh ഇൻ ഫെഡറൽ ബാങ്ക് എന്നാണ്. അപ്പോൾ ഫെഡറൽ ബാങ്ക് എന്നുള്ള ഒരു ബാങ്ക് അക്കൗണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. രാഹുൽ എന്നുള്ള ഒരു പ്രൊപ്പറേറ്ററി നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. സോ ആ ലെഡ്ജർ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കത് സ്ക്രീനിൽ കാണാൻ പറ്റും. തുടർന്ന് 2 lakh അയാൾ വിഡ്രോ ചെയ്യണം. ഈ 2 ട്രാൻസാക്ഷനാണ് നമ്മൾ ആദ്യമായിട്ട് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ തന്നെ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുന്നതും വൗച്ചർ എൻ്റർ ചെയ്യുന്നതൊക്കെ നമ്മൾ കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഏരിയയിലൊക്കെ കുറച്ച് സ്പീഡായിട്ടായിരിക്കും വീഡിയോ പോകുന്നുണ്ടാവുക. ഇൻവെൻട്രിയുടെ കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഡീപ്പായിട്ട് നോക്കാവുന്നതാണ്. തുടർന്നുള്ള 2 ട്രാൻസാക്ഷനിൽ ഇയാൾ ആ ഷോപ്പിലേക്ക് ആവശ്യമുള്ള ഫേർണിച്ചേഴ്സ് വാങ്ങുകയാണ്. ഇപ്പോൾ 2 പർച്ചേസ് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ഒന്ന്, ഇയാൾ പർച്ചേസ് ചെയ്തിട്ടുള്ളത് ദാംറോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയിൽ നിന്നാണ്. GST രജിസ്റ്റേർഡ് ആയ കമ്പനിയാണ്. അതുകൊണ്ട് തന്നെ GST പർച്ചേസ് ആണ്. അങ്ങനെ വരുമ്പോൾ GSTയിൽ പർച്ചേസ് ചെയ്യാണ്, ഫേർണിച്ചറാണ്, ബിസിനസ് പർപ്പസിനാണ്. അതിൻ്റെ ഇൻപുട്ട് ഇയാൾക്ക് എന്താൻ പറ്റും, GSTയിൽ എടുക്കാൻ പറ്റും. സോ മറ്റൊരു പർച്ചേസ് നമ്മൾ ചെയ്യുന്നത് അൺരജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു പാർട്ടിയിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ അതൊരു ക്യാഷ് പർച്ചേസ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്ക്രീനിൽ കാണാൻ പറ്റും. ആ ഒരു കേസിൽ നമ്മൾ എന്ത് ചെയ്യില്ല, ഇൻപുട്ട് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. അയാൾക്ക് GST കളക്ട് ചെയ്യാനുള്ള റൈറ്റും ഇല്ല. സോ ദാറ്റ് പർച്ചേസ് GST ആപ്ലിക്കബിൾ അല്ലാത്ത രൂപത്തിലാണ് വരുന്നത്. സോ ഇവിടെ ഫേർണിച്ചർ എന്നുള്ളൊരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യണം. അത് ഫിക്സ്ഡ് അസറ്റിൻ്റെ അണ്ടറിലാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ആ സമയത്ത് തന്നെ ഇവിടെ GST ആപ്ലിക്കബിൾ ആയതുകൊണ്ട് ആ GST ആപ്ലിക്കബിലിറ്റി എന്ന് കാണുന്നിടത്ത് നമ്മൾ എന്ത് ചെയ്യണം, അത് ആപ്ലിക്കബിൾ എന്ന് കൊടുക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ GST റേറ്റിൻ്റെ ഡീറ്റെയിൽ കൊടുക്കുമ്പോൾ സ്പെസിഫൈ ഡീറ്റെയിൽ ഹിയർ എന്നുള്ളത് കൊടുക്കുക. ടാക്സബിലിറ്റി ടൈപ്പ് ടാക്സബിൾ എന്ന് കൊടുക്കുക. നേച്ചർ ഓഫ് ട്രാൻസാക്ഷൻ എന്നുള്ളത് ലോക്കൽ പർച്ചേസ് ടാക്സബിൾ എന്നുള്ള രൂപത്തിൽ കൊടുക്കുക. കാരണം നമ്മൾ കണ്ണൂരിൽ തന്നെയാണ്, ആ സെയിം ലൊക്കാലിറ്റി തന്നെയാണ് പർച്ചേസ് ചെയ്യുന്നത്. GST റേറ്റ് ഇവിടെ 18% ആണ്. റിവേഴ്സ് ചാർജ് ആപ്ലിക്കബിൾ അല്ല, അതുകൊണ്ട് അത് കൊടുക്കുന്നില്ല. എലിജിബിൾ ഫോർ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്നുള്ളത് ഇവിടെ യെസ് ആണ് കൊടുക്കുന്നത്. പിന്നെ ടൈപ്പ് ഓഫ് സപ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് തരം സപ്ലൈ ആണെന്നുള്ളതാണ്. ഈ കേസിൽ ഇതൊരു ഫിക്സ്ഡ് അസറ്റ് ആണ്, ക്യാപിറ്റൽ ഗുഡ്സ് ആണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇതിന് ക്യാപിറ്റൽ ഗുഡ് എന്നുള്ളതായിരിക്കും നമ്മളിവിടെ സെലക്ട് ചെയ്യുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ട ലെഡ്ജർ GSTയുടെ ലെഡ്ജേഴ്സ് ആണ്. ഇവിടെ ട്രാൻസാക്ഷൻ കണ്ണൂരുള്ള ആൾ കണ്ണൂർ വെച്ച് തന്നെ ചെയ്യുന്നതാണ്, അതായത് കേരളത്തിൽ തന്നെ ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടെ ഇൻട്രാ സ്റ്റേറ്റ് ട്രാൻസാക്ഷൻ ആണ്. അതുകൊണ്ട് തന്നെ CGST SGST എന്നുള്ള 2 ഹെഡിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ഈ ടാക്സ് എൻ്റർ ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾ ഇൻപുട്ട് CGST at 9% ചെയ്യുകയാണ്. അവിടെ നിന്ന് ടൈപ്പ് ഓഫ് ഡ്യൂട്ടി എന്നുള്ളിടത്ത് GST എന്ന് കൊടുക്കുക. അണ്ടർ നിങ്ങൾ ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ് ആണ്.
ടാക്സ് ടൈപ്പ് എന്നുള്ളിടത്ത് CGST ആണ് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. ഇത് 18% ട്രാൻസാക്ഷൻ ആയതുകൊണ്ട് തന്നെ പെർസെൻറ്റേജ് 9% കൊടുക്കേണ്ടതാണ്. ഇതേ സെയിം മെത്തേഡിൽ ഇൻപുട്ട് SGST@9% എന്നുള്ളൊരു ലെഡ്ജറും കൂടി നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. സെയിം തന്നെയാണ് വരുന്നത്. ടൈപ്പ് ഓഫ് ഡ്യൂട്ടി അതുപോലെ തന്നെ കൊടുക്കുക, GST കൊടുക്കുക, ടാക്സ് എന്ത് ചെയ്യുക, SGST എന്നുള്ള രൂപത്തിൽ സെലക്ട് ചെയ്ത് കൊടുക്കുക. തുടർന്ന് നമ്മൾ പർച്ചേസ് ചെയ്ത പാർട്ടി ദാംറോ ഫർണിച്ചേഴ്സിൻ്റെ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ആ ലെഡ്ജറിലേക്ക് നമ്മൾ ആ ദാംറോയിലേക്ക് എന്ത് ചെയ്യുക, ഇതിൻ്റെ ടോട്ടൽ എമൗണ്ട് കൊടുക്കുക. അവിടെ ഫർണിച്ചറിൻ്റെ ടാക്സബിൾ വാല്യൂ 14,500 ആണ്. ഇൻപുട്ട് CGST 1,305, അതേപോലെ തന്നെ SGST 1.305. അതിൻ്റെ ടോട്ടലായ 17,110 ആണ് നമ്മൾ ദാംറോക്ക് കൊടുക്കാനുള്ളത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ഈ ദാംറോ ഇവിടെ ഒരു ഗവൺമെൻറ്റിൻ്റെ ഇടയിലുള്ള ഇൻ്റർമീഡിയറി ആയിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് ടാക്സ് കളക്ട് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ 1,305 എന്നുള്ള രൂപത്തിൽ CGSTയും SGSTയും നമ്മുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്ത് ഗവൺമെൻറ്റിന് അവരടക്കുകയാണ് വേണ്ടുന്നത്. സോ അത് അവർ ഗവൺമെൻറ്റിൽ അടക്കലോട് കൂടി നമുക്ക് അതെന്ത് ചെയ്യാൻ പറ്റും, ഒരു അസറ്റായിട്ട് ഇൻപുട്ടായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഭാവിയിൽ നമ്മൾ ടാക്സ് അടക്കേണ്ടി വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഇൻപുട്ട് ഉപയോഗിച്ചിട്ട് നമ്മുടെ ടാക്സ് ലയബിലിറ്റി കുറക്കാൻ പറ്റും. then അടുത്ത ട്രാൻസാക്ഷൻ വരുന്നത് നമ്മുടെ ഷെൽഫ് പർച്ചേസ് ചെയ്താണ്. ഷെൽഫ് പർച്ചേസ് ചെയ്തിട്ടുള്ളത് നമ്മളൊരു അൺരജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു പാർട്ടിയിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ആ പാർട്ടി ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാതെ ഡയറക്റ്റ് നമ്മൾ ക്യാഷ് പേയ്മെൻറ്റ് കൊടുക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഇവിടെ GST ആപ്ലിക്കബിലിറ്റി നമ്മൾ നോ എന്നാണ് കൊടുക്കുന്നത്. സോ ഇവിടെ GST ആപ്ലിക്കബിൾ ആവില്ല. ഈ ഇൻപുട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ക്ലെയിം ചെയ്യാനും പറ്റില്ല. നെക്സ്റ്റ് ആയിട്ട് നമ്മുടെ ബിസിനസ് പർച്ചേസ് ആണ് വരുന്നത്. ഇയാളെ സംബന്ധിച്ചിടത്തോളം ഫോണും അതുപോലെ തന്നെ അതിൻ്റെ ആക്സസറീസും സെയിൽ ചെയ്യുന്ന ബിസിനസ്സാണ്. അതുകൊണ്ട് തന്നെ ഇയാൾ ഒരു iPhone 16 Pro 12 ഐറ്റം മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യാണ്. ഇവിടെ മൈജി അവരുടെ GST നമ്പർ ഇതൊക്കെ ജസ്റ്റ് ഫോർ പർപ്പസ് പറയുന്നതാണ്, ഒന്നും ആക്ച്വൽ ആയിട്ടുള്ളതല്ല, ഫോർ ഇല്ലസ്ട്രേഷൻ പർപ്പസ് ആണ്. അതെല്ലാവരും മനസ്സിലാക്കുന്നു വിചാരിക്കുന്നു. അതിൻ്റെ HSN നമ്പർ അവിടെ തന്നിട്ടുണ്ട്. ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് നമ്മൾ എങ്ങനെയാണ് ആ പർച്ചേസ് ഇൻവെൻട്രി ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് ചെയ്യാൻ പോകുന്നത് നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് മൈജി എന്നുള്ളൊരു പാർട്ടി ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്, പർച്ചേസിൻ്റെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്, iPhone 16 Pro എന്നുള്ള ഒരു ഇൻവെൻട്രി ഐറ്റം ഇവിടെ ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഐറ്റം ഇൻവോയ്സ് എന്നുള്ള രൂപത്തിലാണ് നമ്മളിവിടെ ചെയ്യുന്നത്. സോ പാർട്ടിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണ്. മൈജി എന്നുള്ള രൂപത്തിൽ നമ്മൾ പാർട്ടി ക്രിയേറ്റ് ചെയ്യാണ്. അവരുടെ GST നമ്പർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇമാജിനറി ആയിട്ടുള്ളൊരു GST നമ്പറാണ് അവിടെ നമ്മൾ കൊടുക്കുന്നത്. ദെൻ നമ്മൾ എന്ത് ചെയ്യും, പർച്ചേസ് അക്കൗണ്ട് എന്ത് ചെയ്യും, ക്രിയേറ്റ് ചെയ്യും. ഈ പർച്ചേസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നേരത്തെ നമ്മൾ ഫിക്സ്ഡ് അസറ്റിൻ്റെ ഒക്കെ ചെയ്തതുപോലെ തന്നെ അവിടെ GSTയുടെ ആപ്ലിക്കബിലിറ്റി കൊണ്ടുവരേണ്ടതുണ്ട്. അവിടെ GST ആപ്ലിക്കബിൾ ചെയ്യുക. അതുപോലെ തന്നെ അതിൻ്റെ നേച്ചർ ഓഫ് ട്രാൻസാക്ഷൻ എന്നുള്ളത് ഇവിടെ ലോക്കൽ പർച്ചേസ് ആണ്, അത് സെറ്റ് ചെയ്യുക. GST റേറ്റ് വരുന്നത് 18% ആണ്. റിവേഴ്സ് ചാർജ് ആപ്ലിക്കബിലിറ്റി നോ കൊടുക്കാവുന്നതാണ്. സോ ഇത്തരം കാര്യങ്ങൾ ഡീറ്റെയിൽ കൊടുത്ത് നമുക്ക് പർച്ചേസ് ലെഡ്ജർ അവിടെ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും ടൈപ്പ് ഓഫ് സപ്ലൈ എന്നുള്ളിടത്ത് ഇവിടെ നമ്മൾ ഗുഡ്സ് ആണ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. നേരത്തെ നമ്മൾ ക്യാപിറ്റൽ ഗുഡ്സ് എന്നുള്ളതാണ് കൊടുത്തത്. ക്യാപിറ്റൽ ഗുഡ്സ് നോട്ട് മീൻ ഫോർ സെയിൽ ഇൻ ഓർഡിനറി കോഴ്സ് ഓഫ് ബിസിനസ്. അപ്പോൾ ഇവിടെ നമ്മളിവിടെ ഗുഡ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇനി ഇൻപുട്ട് സർവീസ് ആണെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സർവീസ് എന്ന് കൊടുക്കാമായിരുന്നു. ഇനി നെക്സ്റ്റ് ഐറ്റം ക്രിയേഷൻ ആണ്. ഇവിടെ നമ്മൾ പർച്ചേസ് അക്കൗണ്ട് ആണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മളിവിടെ വിൽക്കുന്ന ഐറ്റം എന്ന് പറയുന്നത് iPhone 16 Pro ആണ്. അപ്പോൾ അതിന് നമ്മൾ ഐറ്റം ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ അതിൽ അവിടെ ഏതിൻ്റെ അണ്ടറിലാണ് അത് വരുന്നത് എന്നുള്ളത് വെക്കാം. ഇവിടെ നമുക്ക് വേണമെങ്കിൽ അതിന് iPhone എന്നുള്ളൊരു കാറ്റഗറിയിൽ എന്ത് ചെയ്യാം, നമുക്ക് കൊടുക്കാം. സോ ഐഫോണിൻ്റെ അണ്ടറിൽ iPhone 16 Pro എന്നുള്ള രൂപത്തിലാണ് ഈ കാര്യങ്ങൾ വരിക. അതിൻ്റെ യൂണിറ്റ് കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, ഫോൺ ആയതുകൊണ്ട് തന്നെ നമ്പേഴ്സിൽ കൊടുക്കാവുന്നതാണ്. മറ്റൊന്ന് HSN കോഡാണ്. HSN ഓർ SAC ഡീറ്റെയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. SAC എന്ന് പറയുന്നത് സർവീസിന് വേണ്ടിയിട്ടാണ്, HSN എന്ന് പറയുന്നത് ഗുഡ്സിന് വേണ്ടിയിട്ടാണ്. ഇവിടെ ഗുഡ്സ് ആണ്. അപ്പോൾ ആ HSN നമ്പർ നമ്മളവിടെ അടിച്ചു കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ടാക്സ് റേറ്റും മറ്റുള്ള കാര്യങ്ങളും അതിലെന്ത് ചെയ്യും, ഐറ്റത്തിൽ നമ്മൾ എന്ത് ചെയ്യും, എൻ്റർ ചെയ്ത് കൊടുക്കും. ഇവിടെ GST റേറ്റ് നമ്മൾ 18% കൊടുത്തിട്ടുണ്ട്. റിവേഴ്സ് ചാർജ് ആപ്ലിക്കബിലിറ്റി അവിടെ പറയേണ്ടതുണ്ട്.
എലിജിബിൾ ഫോർ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്നുള്ളിടത്ത് അത് യെസ് കൊടുക്കേണ്ടതാണ്. സോ തുടർന്ന് നിങ്ങൾ എന്ത് ചെയ്യാം, ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കാം. നമ്പർ ഓഫ് ക്വാണ്ടിറ്റി കൊടുക്കാം, റേറ്റ് കൊടുക്കാം, അതുപോലെ തന്നെ എമൗണ്ട് അടിച്ചു കൊടുക്കാം. ഇവിടെ മറ്റൊരു ഐറ്റം വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻപുട്ട് CGST അതുപോലെ തന്നെ ഇൻപുട്ട് SGST ആണ്. ഈ കേസിൽ നമുക്ക് എന്ത് ചെയ്യാം, സെയിം നേരത്തെ ഉപയോഗിച്ച ലെഡ്ജർ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ഉപയോഗിക്കാൻ പറ്റും. ഇൻപുട്ട് CGST at 9%, അതേപോലെ തന്നെ ഇൻപുട്ട് SGST at 9%. ഈ മൈജി എന്ന് പറയുന്ന കമ്പനിയും കേരളത്തിൽ തന്നെ ഉള്ള കമ്പനി ആയതുകൊണ്ടാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ഈ സെയിം CGST SGST എന്ന് വരുന്നത് അത് ബാംഗ്ലൂരോ അല്ലെങ്കിൽ മറ്റ് സ്റ്റേറ്റിലോ ഉള്ള കമ്പനി ആണെങ്കിൽ അതിൽ IGST എന്നായിരിക്കും വരിക. ഇനി നെക്സ്റ്റ് പർച്ചേസ് വരുന്നത് നിക്ഷാൻ ഇലക്ട്രോണിക്സ് എന്നാണ്. നമ്മൾ വേരിയസ് ഐറ്റംസ് നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതുപോലെ തന്നെ വളരെ ചുരുങ്ങിയ ട്രാൻസാക്ഷൻസ് മാത്രമേ നമ്മൾ ഇതിൽ ഇല്ലസ്ട്രേറ്റ് ചെയ്യുന്നുള്ളൂ, വീഡിയോ ലെങ്തി ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ പർച്ചേസിൽ കേബിൾ ഉണ്ട്, സ്ക്രീൻ ഗാർഡ് ഉണ്ട്, വയർലെസ് ഹെഡ്ഫോൺ ഉണ്ട്, വയേർഡ് ഹെഡ്ഫോൺ ഉണ്ട്, സ്പീക്കേഴ്സ് ഉണ്ട്, അങ്ങനെ വേരിയസ് ഐറ്റംസ് ഉണ്ട്. അതിൻ്റെയൊക്കെ HSN കോഡ് നമ്മുടെ പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ട്. ഈ രൂപത്തിൽ നിങ്ങൾക്ക് ഇത്രയും ഐറ്റംസ് 2, 3, 4, 5 ഐറ്റംസ് നിങ്ങൾ എന്ത് ചെയ്യാണ്ട് ക്രിയേറ്റ് ചെയ്യാനുണ്ട്. സെയിം പ്രൊസീജിയർ തന്നെയാണ് വരുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നിക്ഷാൻ ഇലക്ട്രോണിക്സിന് ക്രിയേറ്റ് ചെയ്യുന്നു, അതുപോലെ തന്നെ മറ്റ് 5 ഐറ്റംസും ക്രിയേറ്റ് ചെയ്തിട്ട് ഡീറ്റെയിൽ എൻ്റർ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. എല്ലാ ഐറ്റവും തന്നെ 18% ആയതുകൊണ്ട് സെയിം പെർസെൻറ്റേജ് തന്നെയാണ് വരുന്നത്. പുതുതായിട്ട് നമുക്ക് എന്ത് ചെയ്യേണ്ടതില്ല, ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസിൽ ഒരു ഇൻപുട്ടിൻ്റെ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യേണ്ടതില്ല. ഇവിടെ ഏതെങ്കിലും ഐറ്റം ഒരു 12%, 5% വരുന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ലെഡ്ജർ ഇൻപുട്ട് CGST at 6%, SGST at 6% അങ്ങനെയുള്ള രൂപത്തിൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യേണ്ടി വന്നേനെ. സോ നിങ്ങൾക്ക് ഇതിലൂടെ ഇൻവെൻട്രി അതുപോലെ തന്നെ GST രണ്ടും ഇൻക്ലൂഡ് ചെയ്തിട്ട് ടാലി പ്രൈമിൽ എങ്ങനെ അക്കൗണ്ട് ചെയ്യാന്നുള്ളതാണ് നമ്മൾ ഇതിലൂടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമ്മളിപ്പോൾ പർച്ചേസ് ആണ് എൻ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ ഈ ഐറ്റംസ് തന്നെ സെയിൽ ചെയ്യുന്ന ഒരു എൻട്രിയും കൂടി നിങ്ങൾക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്തതിന് ശേഷം ഈ വീഡിയോ കൺക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. ഈ രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പർച്ചേസ് അതേപോലെയുള്ള ഇൻപുട്ട് ഗുഡ്സ്, ക്യാപിറ്റൽ ഗുഡ്സ്, ഇൻപുട്ട് സർവീസസ് ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ രൂപത്തിൽ തന്നെ എൻ്റർ ചെയ്യാൻ പറ്റും. അതിൽ GST ആപ്ലിക്കബിൾ ആണോ, ഏതാണ് GST റേറ്റ് വരുന്നത്, അതിൻ്റെ HSN കോഡ് എന്താണ്, ഇനി സർവീസ് ആണെങ്കിൽ SAC കോഡ് എന്താണ്, ഇത്തരം കാര്യങ്ങളാണ് നമ്മളിതിൽ അറിഞ്ഞിരിക്കേണ്ടത്. മറ്റൊന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പർച്ചേസ് ചെയ്യുന്നത് ഇൻട്രാ സ്റ്റേറ്റ് ആണോ ഇൻ്റർ സ്റ്റേറ്റ് ആണോ എന്ന് കൂടി ചെക്ക് ചെയ്യേണ്ടതാണ്. ഇവിടെ നമ്മുടെ എക്സാമ്പിളിലെ 2 കേസിലും ഇൻട്രാ സ്റ്റേറ്റ് പർച്ചേസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് CGST SGST എന്നുള്ള ടേം വന്നിട്ടുള്ളത്. ഞാനത് വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്. അപ്പോൾ പർച്ചേസ് ചെയ്യുന്ന പാർട്ടി നമ്മളിവിടെ 32 എന്ന് പറയുന്ന കോഡാണ് കേരളത്തിൻ്റെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു ഇൻവോയ്സ് കിട്ടിക്കഴിഞ്ഞാൽ ആ പാർട്ടിയുടെ GST നമ്പർ നോക്കാം. കേരളത്തിലുള്ള ആളുകളാണെങ്കിൽ 32 എന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന GST നമ്പർ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ഇൻട്രാ സ്റ്റേറ്റ് GST ട്രാൻസാക്ഷൻ ആണെന്നുള്ള രൂപത്തിൽ കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. വീഡിയോ ത്രൂ ലെങ്തി ആയിട്ടുള്ള ഇല്ലസ്ട്രേഷൻ ചെയ്യുന്നതിൽ പല ലിമിറ്റേഷൻസ് ഉണ്ട്. അതുകൊണ്ടാണ് വളരെ ചുരുങ്ങിയ ട്രാൻസാക്ഷൻ മാത്രം കാണിച്ചിട്ടുള്ളത്. ഡെയിലി ഡോസ് ഓഫ് അക്കൗണ്ടിങ് ബൈ CA മുഹമ്മദ് എന്ന ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് അക്കാഡമിയുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫ്രീ ഇല്ലസ്ട്രേഷൻസ് അവരോട് ആവശ്യപ്പെടാൻ പറ്റും. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വീട്ടിൽ നിന്ന് വർക്ക് ചെയ്ത് നോക്കാൻ പറ്റും. എന്നിട്ട് അതിൻ്റെ ആൻസേഴ്സ് നിങ്ങൾക്ക് അക്കാഡമിയിലേക്ക് അയച്ച് അതിൻ്റെ കറക്റ്റ്നെസ്സും കൺഫേം ചെയ്യാൻ പറ്റും. അവിടെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്സോ അല്ലെങ്കിൽ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇമ്പ്രൂവ് ചെയ്യേണ്ട ഏരിയാസ് അക്കാഡമിയിലുള്ള നമ്മുടെ ഫാക്കൽറ്റീസ് നിങ്ങൾക്ക് 1-to-1 എന്നുള്ള രൂപത്തിൽ പറഞ്ഞു തരുന്നതായിരിക്കും. സോ ഫൈനലി നമ്മൾ സെയിൽസിലേക്ക് പോവാണ്. ഈ ഐറ്റംസ് ഒക്കെ തന്നെ ഒരു കസ്റ്റമർക്ക് നമ്മൾ സെയിൽ ചെയ്യുകയാണ്. ഇവിടെ നമ്മൾ B2C ട്രാൻസാക്ഷൻ ആണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് B2B ട്രാൻസാക്ഷനും എന്ത് ചെയ്യാൻ പറ്റും, വീട്ടിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. സോ നേരത്തെ നമ്മൾ പർച്ചേസ് എൻ്റർ ചെയ്ത പോലെ തന്നെ സെയിലും ഇവിടെ എൻ്റർ ചെയ്യാണ്.
ഇവിടെ പാർട്ടി ക്യാഷ് എന്നുള്ള രൂപത്തിലാണ് കൊടുത്തിട്ടുള്ളത്. B2B കസ്റ്റമർ ആണെങ്കിൽ ആ കസ്റ്റമറിൻ്റെ പേരും അതുപോലെ തന്നെ അവരുടെ GST ഡീറ്റെയിൽ നമ്മൾ പർച്ചേസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ സൺഡ്രി ക്രെഡിറ്റേഴ്സിനെ എങ്ങനെയാണോ ക്രിയേറ്റ് ചെയ്തത് അതേ രൂപത്തിൽ സൺഡ്രി ഡെറ്റേഴ്സിനെ ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ക്യാഷ് സെയിലാണ്, അപ്പോൾ ഐറ്റംസ് ഓൾറെഡി ക്രിയേറ്റഡ് ആണ്. അപ്പോൾ നെയിം ഓഫ് ഐറ്റം മാത്രം സെലക്ട് ചെയ്ത് കൊടുത്താൽ മതിയാവും. അതിൻ്റെ എമൗണ്ടും അതേപോലെ തന്നെ ക്വാണ്ടിറ്റിയും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എൻ്റർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഓൾറെഡി ഐറ്റം ക്രിയേറ്റ് ചെയ്തത് കൊണ്ട് ആ ഐറ്റംസ് അവിടെ ഉണ്ടാവും. പിന്നെ നിങ്ങൾക്ക് ഇവിടെ പുതുതായിട്ട് ചെയ്യാനുള്ളത് ഔട്ട്പുട്ട് CGST @9%, ഔട്ട്പുട്ട് SGST @9% എന്നുള്ള രൂപത്തിൽ നേരത്തെ നമ്മൾ ഇൻപുട്ട് GST എങ്ങനെയാണോ ക്രിയേറ്റ് ചെയ്തത് ആ രൂപത്തിൽ തന്നെ ലെഡ്ജേഴ്സ് ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ടാവും. സോ അവിടെയും ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ് കാര്യങ്ങൾ ക്ലിയർ ചെയ്യുക, GST സെലക്ട് ചെയ്യുക. ഇവിടെ നമ്മൾ സെയിൽ ചെയ്യുന്നത് കേരളത്തിലുള്ള തന്നെ ഒരു കസ്റ്റമർ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, CGST SGST എന്നുള്ള രൂപത്തിലാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. സോ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇല്ലസ്ട്രേഷൻസിന് വേണ്ടിയിട്ട് അക്കാഡമിയുമായിട്ട് ബന്ധപ്പെടുക. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ ഇതോടുകൂടി വൈൻഡപ്പ് ചെയ്യുകയാണ്. ഞാൻ പറഞ്ഞു ഈ സീരീസ് നിങ്ങളുടെ സപ്പോർട്ടോട് കൂടിയാണ് ഈ ഒരു പൊസിഷനിൽ എത്തി നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ള ഡെയിലി ഡോസ് ഓഫ് അക്കൗണ്ടിങ്ങിൻ്റെ വീഡിയോസ് ഇതോടുകൂടി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ആവശ്യമുള്ള, നിങ്ങൾക്ക് ഡൗട്ടുള്ള ഏരിയാസ് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഈ വീഡിയോസൊക്കെ ലെങ്തി വീഡിയോസാണ്, 20 മിനിറ്റ്സ് അബവ് 30 മിനിറ്റ്സ് ഒക്കെ പോകുന്ന വീഡിയോസാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. കാര്യം വെറുതെ 5 മിനിറ്റോ 10 മിനിറ്റോ വീഡിയോ വെറുതെ ഇട്ട് വീണ്ടും അതിൻ്റെ റിപ്പീറ്റേഷൻ ഇല്ലാതെ ഒരു അക്കാഡമിക് പർപ്പസിന് ഉപയോഗപ്പെടാതെ പോകണ്ട എന്നുള്ളത് കൊണ്ടാണ് ലെങ്തി വീഡിയോസ് തന്നെ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇനി അങ്ങോട്ട് ലെങ്തി വീഡിയോസിൻ്റെ ആവശ്യമില്ല. ഇനി നിങ്ങൾക്ക് വേണ്ടുന്ന കണ്ടൻസ് അതിൻ്റെ റിക്വയർമെൻ്റ് അനുസരിച്ച് അതിൻ്റെ ചെറിയ ചെറിയ ടിപ്സും അതിൻ്റെ കാര്യങ്ങളുമൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വരുന്ന വീഡിയോസിൽ വേണമെങ്കിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റും. സോ റെഗുലർ സീരീസ് ഓഫ് ദിസ് ഡെയിലി ഡോസ് ഓഫ് അക്കൗണ്ടിങ് ഇവിടെ കൺക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് വേണ്ടുന്ന ടാക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോസ്, ഇതുപോലുള്ള അക്കാഡമിക്കലി ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള കണ്ടൻസ് ഈ ചാനലിലൂടെ നിങ്ങൾക്ക് ഇനിയും എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു സീരീസിൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാവർക്കും ഒന്നുകൂടി എൻ്റെ പ്രത്യേകം താങ്ക്സ് അറിയിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ് സപ്പോർട്ടിങ് അസ്. താങ്ക് യു.